കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വത്സലകുമാരിയും ശാരദയും പിന്നെ ജസ്റ്റിസ് ഹേമയുമാണ് അതിലുണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ. അവർ വളരെ വിശദമായി പഠിച്ച് ആ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ് നിരവധി കുറ്റകൃത്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ പേരിൽ ഏതാണ്ട് ഒരു 4.5 കൊല്ലത്തോളം അടയിരുന്നു. പലരും ചോദിച്ചിട്ട് അവരത് പുറത്തുവിടാൻ വേണ്ടി വിസമ്മതിച്ചു. പകരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള പ്രതികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സെമിനാർ നടത്താം, കൺവെൻഷൻ നടത്താം, കോൺക്ലേവ് നടത്താം എന്നൊക്കെയാണ് നമ്മുടെ സജി ചെറിയാനായിട്ടുള്ള സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രിയും നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഒക്കെ കൂടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൽ അത് പുറത്തേക്ക് വന്നിട്ട് പോലും ഗവൺമെൻറ് ചില തട്ടിപ്പുകൾ കാണിച്ചു. കാരണം പറഞ്ഞത്രയും ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ടില്ല. നിരവധി കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്. പക്ഷെ അത് തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഭൂകമ്പം നമുക്കറിയാം. കുടത്തിൽ നിന്നൊരു ഭൂതം എഴുന്നേറ്റ് വന്ന പോലെയായിരുന്നു. കാരണം നമ്മുടെ സിനിമാക്കാരൊക്കെ എല്ലാം ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ള വ്യാജ ഇമേജുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. എത്തരത്തിലുള്ള ആളുകളാണ് അവർ എന്നുള്ളത് പുറത്തു വന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും നിങ്ങൾ അറിയണം, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അവരുടെ പരാതികളും ഗ്രീവൻസുകളുമായിട്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്നിരുന്നുള്ളൂ എന്നുകൂടി നിങ്ങൾ അറിയണം. ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള നടന്മാർ തന്നെ 500-ലധികം പേരുള്ള ആ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ 10% ആളുകൾ പോലും അവിടെ ചെന്നിരുന്നില്ല എന്നുള്ളത്. ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 5% ആളുകൾ പോലും കൃത്യമായിട്ട് അവിടെ ചെന്ന് പരാതി പറയുകയോ അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ വിവരിക്കുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഇതിൽ ഹൈക്കോടതി ഇടപെടുന്നു. ആ ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി മാത്രം ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചത് ഈ ഹേമ കമ്മിറ്റി അപ്പോഴും ഗവൺമെൻറ് തൊടാതെ വെച്ചുകൊണ്ടിരുന്നു. പകരം ഹേമ കമ്മിറ്റിക്ക് ശേഷം, അത് പുറത്തു വന്നതിന് ശേഷം ചില പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഗവൺമെൻറ് താല്പര്യമുണ്ടായത്. ഹേമ കമ്മിറ്റിക്ക് അകത്ത് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ. കാരണം ഹേമ കമ്മിറ്റിയിൽ നിരവധി വാട്സപ്പ് ചാറ്റുകളും അതുപോലെ ഫോട്ടോകളും വീഡിയോകളും പല കാര്യങ്ങളും അവർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിലൊക്കെ തെളിവുണ്ടാവും. അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരൊക്കെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും. കുറ്റക്കാരൊക്കെ നമ്മുടെ CPM-നും പിണറായി വിജയനും ഒക്കെ വേണ്ടപ്പെട്ടവരും സജി ചെറിയാനും വളരെ കാണപ്പെട്ട ദൈവങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് അവർ അതിന് പേരിൽ നടപടിയെടുക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത്. അത് ഹേമ കമ്മിറ്റിക്ക് ശേഷമുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വിശദമായി പഠിക്കാനും അതിലുള്ള കുറ്റകൃത്യങ്ങൾ എഴുതിയെടുക്കാനും അത് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇരകളെ വിളിച്ച് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെന്നും അതിന്മേൽ നടപടി എടുക്കണമെന്നും കൂടി ഹൈക്കോടതി ഉത്തരവിട്ടു. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഗവൺമെൻറ് ഈ പറയുന്ന അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ആ അവസരത്തിൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച്, അതിൽ ഓരോരുത്തരുടെയും ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ടൊരു വീഡിയോ നിങ്ങളോട് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, പകരം ഇത് അട്ടിമറിക്കാനാണ്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ സിദ്ദിഖിന് ഓടാൻ സമയം കൊടുത്തുകൊണ്ട് അത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് ഇടയാക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു സ്ത്രീ വന്ന് മുകേഷ് അടക്കമുള്ള നിരവധി പേർക്കെതിരെ പരാതി പറഞ്ഞിരുന്നു. പക്ഷെ ആ പരാതി പറഞ്ഞ സ്ത്രീ തന്നെ ഇപ്പം ഞാൻ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഞാൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ലെന്നും ഞാനിതെല്ലാം പിൻവലിക്കുകയാണെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രോപ്പറായിട്ടല്ല അന്വേഷിക്കുന്നതെന്നും അവർ തന്നെ പുറത്തു വന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനുള്ളൂ. കാരണം കേരളത്തിൽ സൂര്യനെല്ലി മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഏറ്റവും ഫ്രാങ്കോ മുളക്കൽ കേസ് വരെയുള്ള നിരവധി കേസുകളൊന്നും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത്ഭുതമായി കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും നേര് എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ അതിൽ സിനിമയിലെങ്കിലും ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഞാനുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ അത്തരത്തിൽ ഒരു സിനിമയിലെങ്കിലും ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് മാല പാർവതി എന്ന് പറയുന്ന നടി, അവരും ഒരു വലിയ പരാതിയുമായി സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. അത് ഒരു കേസ്, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന കേസ് കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്.
യഥാർത്ഥത്തിൽ ആ കേസ് എടുത്തിരിക്കുന്നത് മാലാ പാർവതി പറഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസാണ്. അതായത് മാലാ പാർവതിയോട് നിങ്ങൾക്കറിയാവുന്ന അനുഭവങ്ങൾ, അവിടുത്തെ വിവേചനങ്ങൾ, അവിടുത്തെ ഈ പറഞ്ഞ പോലെ ചൂഷണങ്ങൾ അതിനെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഹേമ കമ്മിറ്റിയോട് അവർ ചില കാര്യങ്ങൾ വിവരിച്ചിരുന്നു. ആ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഒരു കുറച്ചുകൂടി യുവതിയായിട്ടുള്ള ഒരു നടിയുടെ പേര് കൂടിയുണ്ട്. ആ നടിയുടെ പേര് പറഞ്ഞിരുന്നു, അതുപോലെ ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവർക്ക് വളരെ പരിചയമുള്ള, ക്ലോസ് ആയിട്ടുള്ള, ഇവരായി നല്ല സൗഹൃദമുള്ള ചില ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ഹരാസ് ചെയ്യുകയും അവരെ ഈ പറയുന്ന ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണെന്നും, അപ്പോൾ ഈ കേസിൻ്റെ കാര്യത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും, താനിത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇത് വെളിപ്പെടുത്തിയതാണെന്നും, അല്ലാതെ ഇതിന്മേൽ ഒരു പരാതിയുമായി പോകാൻ താല്പര്യമില്ലെന്നും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ അറിയാവുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള യുവതിയെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും, ആ ഫോണിൽ ബന്ധപ്പെട്ട യുവതി തന്നെ ഇപ്പോൾ ജീവിതത്തിൽ കുറച്ചൊരു മാറിയ സ്റ്റേജിലാണെന്നും, അതുകൊണ്ട് അവർക്ക് പരാതിയൊന്നുമില്ല എന്നും പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൽ ഈ പറയുന്ന കുറേ കൂടി ഈ മാലാ പാർവതിയുമായി സൗഹൃദമുള്ള ആളുകളെയൊക്കെ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ കേസ് തന്നെ റദ്ദാക്കണം. അങ്ങനെ വളരെ നിഷ്കളങ്കരായ, അല്ലെങ്കിൽ അവരോട് വളരെ മര്യാദക്ക് പെരുമാറിയിട്ടുള്ള ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്കൊരു നീതി വേണ്ട എന്നാണ് മാലാ പാർവതി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഗവൺമെൻറ് കൃത്യമായിട്ട് വെച്ചത് ഒരൊറ്റ കാര്യത്തിനാണ്. ഇത് പ്രതികളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഗവേഷണം നടത്തി അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ ആരെയെങ്കിലും, ഏതെങ്കിലും സിനിമാ താരങ്ങളെയോ അല്ലെങ്കിൽ സിനിമയിലെ പ്രമുഖരായിട്ടുള്ള പണമുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളെയോ ശിക്ഷിക്കുകയും ഈ പറയുന്ന അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ എന്നൊക്കെ വിളിക്കാവുന്ന ആളുകളുടെ കൂടെ നിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഗവൺമെൻറ് ഇത് ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ കുറച്ചുകൂടി കൃത്യമായ തെളിവുകളോടുകൂടി ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. അത് കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ സ്ത്രീ സുരക്ഷയും സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യവും.